പാർട്ടി നേതൃത്വത്തോടുള്ള അതൃപ്തി തുടരുകയാണ് ഇപ്പോഴും മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ. തോട്ടപ്പള്ളി പാലം ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും സുധാകരൻ പങ്കെടുത്തേക്കില്ല എന്നുള്ള സൂചനകളാണ്. അതേസമയം CPM-ഉം CPI-യും സംയുക്തമായി നടത്തുന്ന പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിൽ സുധാകരൻ രാവിലെ തന്നെ പങ്കെടുത്തിരുന്നു. ഹിന്ദു വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കാൻ രാജ്യത്ത് CPI-ക്കും CPM-നും മാത്രമേ സാധിക്കൂവെന്ന് ജി സുധാകരൻ അതിൽ പറയുകയും ചെയ്തു. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, രാവിലെ ജി സുധാകരൻ വന്നു, അതിനെ നമുക്കൊരു പ്രതീക്ഷയായി കാണേണ്ടതുണ്ടോ? എന്ന് വെച്ചാൽ രാവിലത്തെ ഈ പരിപാടിയിലേക്കുള്ള വരവ് പാലം ഉദ്ഘാടനത്തിൽ കൂടി പങ്കെടുക്കും എന്നതിൻ്റെ ഒരു ശുഭസൂചനയായി കാണണമോ, അദ്ദേഹം കുറെ കൂടി ആയിരുന്നു എന്നതിൻ്റെ സൂചനയായി കാണണമോ, അതോ അങ്ങനെയല്ല ഈ പരിപാടി വേറെ പാലം ഉദ്ഘാടനം വേറെ അതൃപ്തി വേറെ, അങ്ങനെ കാണണോ? തീർച്ചയായും ഇതിനെ വെവ്വേറെ തന്നെ കാണണം. കാരണം അതൃപ്തി തുടരുകയാണ് ജി സുധാകരൻ്റെതെന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കുവാൻ കഴിയുന്നത്. ജി സുധാകരൻ തോട്ടപ്പള്ളിയിലെ പാലം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കില്ല. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനാചരണത്തിൽ എല്ലാ വർഷവും ജി സുധാകരൻ പങ്കെടുക്കുന്നതാണ്. അതിന്റെ ഭാഗമായാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മറ്റ് പാർട്ടി പൊതുപരിപാടികളിലോ അല്ലെങ്കിൽ സർക്കാരിന്റെ അല്ലെങ്കിൽ മണ്ഡലത്തിൽ നടക്കുന്ന മറ്റ് വികസന പദ്ധതികളോ ഉദ്ഘാടന പരിപാടികളിലോ ഒന്നും അദ്ദേഹം കഴിഞ്ഞ 4.5 വർഷമായി പങ്കെടുക്കാറില്ല. പ്രധാനമായും MLA-യുമായി നിലനിൽക്കുന്ന ചില അകൽച്ച, സലാം MLA-യുമായി നിലനിൽക്കുന്ന അകൽച്ച, പാർട്ടി ജില്ലാ നേതൃത്വവുമായും അതോടൊപ്പം തന്നെ പ്രാദേശിക നേതൃത്വങ്ങളുമായും നിലനിൽക്കുന്ന അതൃപ്തി അടക്കമുള്ളവയാണ് ജി സുധാകരനെ ഈ പിന്നോട്ട് വലിക്കുന്നത്. അത് പലപ്പോഴും അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ CPM-ന്റെ ദേശീയ സെക്രട്ടറി MA ബേബി തന്നെ നേരിട്ട് ജി സുധാകരന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും അനുനയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഈ തോട്ടപ്പള്ളിയിലെ പരിപാടിയിലെ പോസ്റ്ററിൽ ജി സുധാകരന്റെ പേര് ഉൾപ്പെടുത്തിയത്. കൂടാതെ ജി സുധാകരന്റെ ഈ പരിപാടിയിലേക്ക് MLA തന്നെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുക്കില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം അത് സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തുന്നില്ല. അതേസമയം CPM CPI ഐക്യത്തെക്കുറിച്ചും അമേരിക്കയുടെ സാമ്രാജ്യത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വലിയ ചുടുകാട്ടിൽ നടന്ന പ്രസംഗത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. CPM CPI ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഹിന്ദുത്വ വർഗീയ ശക്തികളെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കുവാൻ കഴിയുകയുള്ളൂ. ഉക്രൈൻ എതിരായുള്ള റഷ്യയുടെ ആക്രമണം, അതിന് അമേരിക്കയുടെ പിന്തുണ അടക്കമുള്ള വലിയ വിഷയങ്ങളിൽ, ആഗോള രാജ്യാന്തര വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഈ പാലം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. എന്തായാലും ജി സുധാകരൻ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്ന വിവരം.